ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സെഷനിൽ നമ്മൾ പോയിന്റേഴ്സിനെ പറ്റിയാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. പോയിന്റേഴ്സ് ഇൻ സി. Pointers. In simple words, a pointer is a variable that stores the memory address of another variable. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോയിന്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അതിന് മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പോയിന്ററിനെ പറ്റി ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ബേസിക്കലി ഒരു വേരിയബിൾ അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നില്ല, അഡ്രസ്സ് മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യുക. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുക. ഒരു റിയൽ വേൾഡ് എക്സാമ്പിളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാർത്തിക്കിന് ഒരു ലൈബ്രറി കാർഡുണ്ട്. ഈ ലൈബ്രറി കാർഡ് യൂസ് ചെയ്തിട്ട് കാർത്തിക്കിന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കണം. ലൈബ്രറി കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് നൽകി കാർത്തിക്കിന് ഈ ബുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ലൈബ്രറി കാർഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിയിൽ ഒരു പോയിൻ്ററായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ പോയിന്ററിൽ അഡ്രസ് ഓഫ് ആക്ച്വൽ ഡേറ്റ, അതായത് ഏത് വേരിയബിളിലാണോ ഡേറ്റ ഉള്ളത് അതിൻ്റെ അഡ്രസ്സ്, ഏത് വേരിയബിളാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പോയിന്റർ സ്റ്റോർ ചെയ്യാം. ഈ ഒരു കാർഡ് പോയിന്റ് ചെയ്യുന്നത് ഒരു ലൊക്കേഷനിലേക്കായിരിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും നമ്മുടെ ബുക്ക് ഇരിക്കുന്നത്. ഓക്കെ, അതിനൊരു നമ്പർ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ ലൊക്കേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഈ LIB കാർഡ് അല്ലെങ്കിൽ ലൈബ്രറി കാർഡിൽ ഉണ്ടാകുക. യഥാർത്ഥ ബുക്കിലെ കണ്ടന്റിനെ പറ്റി യാതൊരു ഇൻഫർമേഷനും നമ്മുടെ ഈ ഒരു കാർഡിൽ ഉണ്ടായിരിക്കില്ല. പോയിന്റർ മെമ്മറി അഡ്രസ്സ് മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യുക. പോയിന്ററിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് സൈഡ് നോട്ട് കാണാനായിട്ട് സാധിക്കും. എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. സിയിൽ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആദ്യമേ ഡേറ്റ ടൈപ്പ് നൽകുന്നു ഇൻറ്റ്, ദെൻ ഒരു സ്റ്റാർ, അതിനുശേഷം ലിബ് കാർഡ് സെമിക്കോളൻ എന്ന് നൽകി. ഈ പോയിന്ററിൽ അഡ്രസ്സ് അല്ലെ ലൊക്കേഷൻ ആയിരിക്കും ഞാൻ സ്റ്റോർ ചെയ്യാം. അതായത് എവിടെയാണ് എൻ്റെ വണ്ടർ എന്ന് പറയുന്ന ബുക്കിൻ്റെ ലൊക്കേഷൻ, അത് മാത്രമായിരിക്കും ഇത് സ്റ്റോർ ചെയ്യാം. നമ്മളൊരു റിയൽ വേൾഡ് എക്സാമ്പിളിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിൽ അത് മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. അതായത് ഒരിക്കലും ഇതിൽ ആക്ച്വൽ ഡേറ്റ ഉണ്ടാവില്ല. ഇവിടെ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ബുക്ക് ഷെൽഫ് അണ്ടർസ്കോർ നമ്പർ. അതിൽ 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. താഴെ നമുക്ക് നമ്മുടെ പോയിന്റർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പോയിന്ററിലേക്ക് ബുക്ക് ഷെൽഫ് അണ്ടർസ്കോർ നമ്പറിൻ്റെ അഡ്രസ്സാണ് ഞാൻ സ്റ്റോർ ചെയ്യുക. ബുക്ക് ഷെൽഫ് അണ്ടർസ്കോർ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിന് ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ മെമ്മറി അഡ്രസ്സിൻ്റെ ഇൻഫർമേഷനാണ് ഞാൻ ലിബ് കാർഡിലേക്ക് പാസ് ചെയ്തത്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോയിന്ററിലേക്ക് നമുക്ക് മെമ്മറി അഡ്രസ്സ് മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യാൻ കഴിയുക. ഇവിടെ ഒരു ആൻഡ് സൈൻ നൽകിയിട്ടുണ്ട്. ഇതിനെ പറയുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഗീവ്സ് ദ മെമ്മറി അഡ്രസ് ഓഫ് എ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് ആക്സസ് ചെയ്യാനാണ് നമ്മൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതിനെ ആൻഡ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് വാല്യൂ ഈക്വൽസ് സ്റ്റാർ LIB കാർഡ്. ഒരു സ്റ്റാർ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് പറയുന്ന പേര് ഡി റെഫറൻസ് ഓപ്പറേറ്റർ എന്നാണ്. ആക്സസ് ദ വാല്യൂ അറ്റ് ദ മെമ്മറി അഡ്രസ് സ്റ്റോർഡ് ഇൻ ദ പോയിന്റർ. ഡി റെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പോയിന്ററിലെ വാല്യൂവിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു സ്റ്റാർ LIB കാർഡ് എന്ന് നൽകിയിരിക്കുന്നു. ഇത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇനി പോയിന്റർ എങ്ങനെ സിയിൽ യൂസ് ചെയ്യാം എന്ന് നോക്കാം. കൂടാതെ പോയിന്ററിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി പ്രോഗ്രാം എഴുതാം. എങ്ങനെ നമുക്കൊരു പോയിന്റർ ഉപയോഗിച്ച് ഒരു സിമ്പിൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, book_example.c. ദെൻ #include stdio.h int main return 0. ഓക്കെ, സേവ് ചെയ്തു. ബുക്ക് ഷെൽഫ് നമ്പർ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻറ്റ് book underscore shelf number equals 10. ഓക്കെ, ദെൻ ഇൻറ്റീജർ ടൈപ്പിലുള്ള പോയിന്റർ ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റ് സ്റ്റാർ LIB കാർഡ് ഈക്വൽസ് ആംപർസാൻഡ് ബുക്ക് ഷെൽഫ് നമ്പർ സെമിക്കോളൻ. ദെൻ ഇൻറ്റ് വാല്യൂ ഈക്വൽസ് സ്റ്റാർ LIB കാർഡ് semicolon. Then printf value is %d, then value semicolon.
ഓക്കെ, ദെൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ബിൽഡ് ചെയ്യുക. ആ കീബോർഡിൽ F9 പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ദെൻ റൺ ചെയ്യാം. ദെൻ എക്സിക്യൂട്ട് F5 പ്രസ് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും വാല്യൂ ഈസ് 10. വളരെ സിമ്പിളാണ്. എന്നാൽ ബേസിക്കലി നമ്മൾ ഇതെല്ലാം ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റ് പോയിന്റിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു, ദെൻ നമ്മൾ അത് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ ഡീപ്പായിട്ട് ആ പോയിന്ററിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്തു, മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കൂടാതെ നമ്മൾ ഡി റെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിലെ ആക്ച്വൽ വാല്യൂ എടുത്തു അല്ലേ. ഇതിലെല്ലാം പറയുമ്പോഴും നമുക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻ ടു പോയിന്റേഴ്സ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻക്ലൂഡ് std io.h int main return 0. ഓക്കെ, ഇവിടെ ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. int a equals 10. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കമ്പൈലർ കുറേയധികം പ്രോസസ്സ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കമ്പൈൽ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൈഡിൽ നിന്നും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം ടാസ്കുകൾ നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുമ്പോൾ ഇവിടെ ഇതിനൊരു മെമ്മറി അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എ എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി ഒരു മെമ്മറി അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു അഡ്രസ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളത്. ഈസിയാണ്, നൽകാം. പ്രിൻ്റ് ഓക്കെ, ദെൻ ഡബിൾ കോട്ട്സ് നൽകുന്നു. ഇതിനുള്ളിൽ %p എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ നൽകണം. അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യാനാണ് ഈ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നത്. %p ദെൻ അഡ്രസ് ഓഫ് a ആൻഡ് a സെമിക്കോളൻ. ഇനി ഇത് ബിൽഡ് ചെയ്യാം. ബിൽഡ്, ദെൻ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു എയുടെ അഡ്രസ്സ് കാണാൻ സാധിക്കും. ഞാനത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി, ക്ലോസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. മറ്റൊരു വേരിയബിളിലേക്ക് എനിക്ക് ഈ അഡ്രസ്സിനെ ഡയറക്റ്റ്ലി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഓക്കെ, ഇങ്ങനെ നൽകുന്നു. നോട്ട് പോസിബിൾ. അപ്പോൾ ഇങ്ങനെ എനിക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഡയറക്റ്റായിട്ട് ഒരു അഡ്രസ്സ് ഇങ്ങനെ പാസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയാണ് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് പോസിബിൾ അല്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാനത് കോമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഞാനൊരു പുതിയ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. $b ഈക്വൽസ് ഈ അഡ്രസ്സ് നൽകുന്നു, സെമിക്കോളൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി കാണും. അതായത് $bയിലേക്ക് ഞാൻ എൻ്റെ മെമ്മറി അഡ്രസ്സ് നൽകി. ഓക്കെ, ഇനി ഞാനിത് സേവ് ചെയ്യുന്നു. ദെൻ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വാർണിംഗ് വന്നിരിക്കുകയാണ്. കാണാൻ സാധിക്കും ഇൻകംപാറ്റബിൾ ഇൻറ്റീജർ ടു പോയിൻ്റർ കൺവേർഷൻ. കമ്പൈലേഷൻ സക്സസ് ആകുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ആണ്. പക്ഷേ ഇതൊരു സേഫ് ആയിട്ടുള്ള ഇനീഷ്യലൈസേഷൻ അല്ല. നോട്ട് സേഫ്. ഹാർഡ് കോഡഡ് ആയിട്ട് നമ്മുടെ അഡ്രസ്സിനെ കാസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനത് കോമൻറ്റ് ചെയ്യുന്നു. int $b ഈക്വൽസ് കാസ്റ്റ് ചെയ്യുന്നു int then my address. സേവ് ചെയ്യുന്നു, then build. അപ്പോൾ ഇവിടെ ഒരു ഹാർഡ് കോഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നോട്ട് സേഫ് ഓപ്പറേഷൻ, സേഫ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു പ്രിൻറ്റ് ദി പോയിൻ്റർ. നൽകുകയാണ് വാല്യൂ ഓഫ് അഡ്രസ്. ദെൻ അഡ്രസ്സ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ %d, അതിനുശേഷം $b സെമിക്കോളൻ, ദെൻ സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ് ചെയ്യാം. ബിൽഡ്. ഓക്കെ, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. കറക്റ്റായിട്ട് കമ്പൈൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ റൺ ചെയ്യാം.
എക്സിക്യൂട്ട്. ഓക്കെ, വി ഹാവ് ഗോട്ട് ആൻ എറർ. നമുക്കിവിടെ എറർ ലഭിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് സെഗ്മെൻറ്റേഷൻ ഫോൾട്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഹാർഡ് കോഡഡ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സാണ് പാസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് ഉണ്ടായത്. ഈ ഒരു സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം നമ്മൾ റെഫറൻസ് ചെയ്തപ്പോഴേക്കും ഇൻവാലിഡ് ആയിട്ടൊരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കാം ജനറേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം ഇതെങ്ങനെ സംഭവിച്ചു. അതായത് ഓരോ തവണയും നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോഴേക്കും മെമ്മറി അഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അതായത് ഈ ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കില്ല രണ്ടാമത് ഇത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. വൈ മെമ്മറി അഡ്രസ്സസ് ചേഞ്ച്. അതായത് ഇവിടെ അതിന് പറയുന്ന പേരാണ് ASLR. ഓക്കെ, അഡ്രസ് സ്പേസ് ലേഔട്ട് റാൻഡമൈസേഷൻ. ASLR അല്ലെങ്കിൽ അഡ്രസ് സ്പേസ് ലേഔട്ട് റാൻഡമൈസേഷൻ OS ആണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് certain ടൈപ്സ് ഓഫ് അറ്റാക്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബഫർ ഓവർഫ്ലോ എക്സ്പ്ലോയിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറോ അറ്റാക്കറോ ഒരിക്കലും OSലേക്ക് വന്ന ശേഷം ഒരിക്കലും പ്രോഗ്രാമിലെ മെമ്മറി അഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഓരോ തവണയും റാൻഡമായിട്ട് മെമ്മറി അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. മെമ്മറി അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് റിയലായിട്ട് പരിശോധിക്കാം. അതിനായിട്ട് ജസ്റ്റ് ഞാനിത് കമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ മെമ്മറി അഡ്രസ്സ് മാത്രമായിരിക്കും പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നു. ദെൻ ബിൽഡ് ചെയ്യാം. ദെൻ റൺ ചെയ്യാം. എക്സിക്യൂട്ട്. ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് മെമ്മറി അഡ്രസ്സ്. ദെൻ വീണ്ടും ഞാനിത് സേവ് ചെയ്യുന്നു. ദെൻ കമ്പൈൽ ചെയ്യുന്നു. ദെൻ ബിൽഡ്. ദെൻ ഫൈനലി എക്സിക്യൂട്ട്. റൺ ചെയ്തപ്പോഴേക്കും രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെമ്മറി അഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ കോപ്പി ചെയ്യുന്നു. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും രണ്ട് അഡ്രസ്സാണ്. ഓക്കെ, ഇതുകൊണ്ടാണ് സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് ഉണ്ടായത്. ഓക്കെ, ഇത് ഒരിക്കലും ഇതുമായിട്ട് ഈക്വൽ അല്ല. OS ലെവലിൽ തന്നെ അഡ്രസ് സ്പേസ് ലേഔട്ട് റാൻഡമൈസേഷനിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. ഓക്കെ, ഇവിടെ മെമ്മറി അഡ്രസ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് യൂണീക്ക് ഐഡൻറ്റിഫയർ ആണ് ഫോർ എ മെമ്മറി ലൊക്കേഷൻ വെയർ ഡേറ്റ ഈസ് സ്റ്റോർഡ്. അതുപോലെ തന്നെ എവറി ബൈറ്റ് ഇൻ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി ഹാസ് എ യൂണീക്ക് അഡ്രസ്സ്. ഒരു യൂണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് int a = 10 എന്ന് നമ്മൾ നൽകി. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യുന്നു? റിസർവ്സ് എ സ്പെസിഫിക് മെമ്മറി അഡ്രസ് ടു സ്റ്റോർ ദ ഇൻറ്റീജർ വാല്യൂ 10. ഇനി നമുക്കിതിനെ വാലിഡ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? വാലിഡ് റെപ്രസെൻറ്റേഷൻ int $b equals &a, then print f value is %d /n, then $b semicolon. സേവ് ചെയ്യുന്നു. then build, എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും വാല്യൂ ഈസ് 10 എന്ന് കാണാൻ സാധിക്കും. then ഞാനിവിടെ ഒരു /n നൽകുകയാണ്. സേവ്, ബിൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാല്യൂ ഈസ് 10 എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഹാർഡ് കോഡഡ് ആയിട്ട് അഡ്രസ്സ് പാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഡൈനാമിക് ആയിട്ട് ആൻഡ് സൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ കറൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് അത് മെമ്മറിയിൽ നിന്നും ആക്സസ് ചെയ്ത് നമുക്ക് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റർ എക്സിക്യൂഷനായിട്ട് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ടും പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് എക്സിക്യൂഷൻ വളരെയധികം ഫാസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. കൂടാതെ ഡയറക്റ്റ് വേരിയബിൾ ആക്സസ് ചെയ്യാതെ തന്നെ നമുക്ക് മെമ്മറി അഡ്രസ് യൂസ് ചെയ്തിട്ട് അതിലെ കണ്ടൻറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സെഷനിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് സെഷനിൽ പോയിൻ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ പെർഫോം ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ.